ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. ഞാൻ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉള്ളിത്തീയൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു തീയലാണല്ലോ അത്. അപ്പോൾ നമുക്ക് ഉള്ളിത്തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി തീയൽ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് തീയലിന് ആവശ്യമായ തേങ്ങ വറുത്തരയ്ക്കണം. അതിനായി ഞാനിവിടെ ഒരു മുറിത്തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പോളം വരും. നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിക്കുകയേ ചെയ്യാവൂ, വല്ലാതെ അരഞ്ഞു പോകരുത്. തേങ്ങ ചിരകിയത് പെട്ടെന്ന് മൂത്ത് വരുന്നതിന് വേണ്ടിയാണിത്. അതുപോലെ തന്നെ എപ്പോഴും തീയൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല മൂത്ത തേങ്ങ വേണം എടുക്കാനായിട്ട്. നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വറുത്തെടുക്കണം. അതിനായി ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആകുന്നത് വരെ നിർത്താതെ ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതെ അടി ചേർത്തിളക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങ അരയ്ക്കുമ്പോൾ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കളറ് മാറി തുടങ്ങുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. നമ്മുടെ തേങ്ങ ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ ചൂടിലിരുന്ന് തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി മൂത്ത് വന്നോളും. കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ വറുത്ത തേങ്ങ അരച്ചെടുക്കണം. അതിനായി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തേങ്ങ ചെറു ചൂടോടുകൂടി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ. നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടണം. അടുത്തതായി ഉള്ളി മൂപ്പിച്ചെടുക്കാൻ ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 കപ്പ് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതും, 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആകുന്നിടം വരെ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ വാളംപുളി വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളത്തിൽ ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി കുതിർത്ത് വെച്ചിരുന്നതാണിത്. ഞാൻ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തീയൽ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.